നമസ്കാരം, സിനിഗ്രാം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പുറക്കാട് കടപ്പുറത്തെ മുക്കൂരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും പശ്ചാത്തലമാക്കി പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലിനെ ആസ്പദമാക്കി കൺമണി ഫിലിംസ് നിർമ്മിച്ച ചിത്രമാണ് ചെമ്മീൻ. ചെമ്മീൻ സിനിമയാക്കിയപ്പോഴും നോവലിന്റെ അതേ പേര് തന്നെയാണ് സിനിമയ്ക്ക് നൽകിയത്. അരയൻ ചെമ്പൻകുഞ്ഞിന്റെയും ചക്കിയുടെയും സുന്ദരിയായ മകൾ കറുത്തമ്മയും അതേ കടപ്പുറത്ത് മത്സ്യവ്യാപാരം നടത്തുന്ന സുന്ദരനായ മുസ്ലിം യുവാവ് പരീക്കുട്ടിയും കളിക്കൂട്ടുകാരായിരുന്നു. അവർ വളർന്നു വന്നപ്പോൾ സ്നേഹം അനുരാഗമായി മാറി. പുറക്കാട് ചാകരപ്പെട്ടപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെത്തി. കൂട്ടത്തിൽ തൃക്കുന്നപ്പുഴക്കാരൻ പളനി എന്ന ആരോഗ്യ ദൃഢഗാത്രനും. കടലിന്റെ മകൻ എന്റെ മകളെ കണ്ട അതിനെ മതിയാ. കറുത്തമ്മയും പളനിയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചറിഞ്ഞത് പരീക്കുട്ടിക്ക് കടുത്ത ദുഃഖവും നിരാശയും ഉണ്ടാവുന്നു. എന്നെ വിട്ടിട്ട് പോകാൻ കറുത്തമ്മയ്ക്ക് സാധിക്കുമോ? കറുത്തമ്മേ, അവളെല്ലാം മറന്ന് ഭർത്താവിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു. കൂട്ടാൻ നന്നായില്ല അല്ലേ? കൊള്ളാം. ഇത്രയും നല്ല കൂട്ടാൻകുട്ടി ഞാൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആ കാണുന്ന ആ കൂടത്തിനടുത്ത് എന്തേ ചക്കി മരക്കാത്തി മരിച്ചുപോയി. അയ്യോ, എപ്പാ? ഈ കഴിഞ്ഞ പകല്. അയൽവാസികളുടെ അപവാദശരങ്ങൾ കറുത്തമ്മയ്ക്ക് മേൽ പതിക്കുന്നു. സഹപ്രവർത്തകരുടെ പരിഹാസ വാക്കുകൾ പളനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അല്ല ചേട്ടാ, മരക്കാത്തിമാര് ചത്തുപോയ മേത്തന്മാരാണോ മരിപ്പറിച്ചു വന്നത്? അത് ഞാനും ചോദിച്ചു. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഈ കടപ്പുറത്ത് കഴിയണ്ടേ? പലരും പളനിയെ പണിക്ക് കൂട്ടാതെയായി. പളനി ഉണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ പോവില്ല. കടൽ ക്ഷോഭിച്ചലറുന്ന രാത്രിയിൽ കടുത്ത ക്ഷോഭമുള്ളിൽ ഒതുക്കിക്കൊണ്ട് പളനി വള്ളവുമായി കടലിലേക്ക് പോയി. ആ രാത്രിയിൽ തന്നെ പരീക്കുട്ടി തന്റെ മാനസമൈനെ തേടി വീണ്ടും തൃക്കുന്നപ്പുഴയിലെത്തുന്നു. അവൾ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സ്വപ്നാടകയെ പോലെ നടക്കുന്നു. നിലാവിന്റെ വെള്ളി വെളിച്ചത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. അയാളുടെ വിരിമാറിൽ അവൾ തലചായ്ച്ചുകൊണ്ട് കാലങ്ങളായുള്ള അവളുടെ വികാരങ്ങളും വിചാരങ്ങളും സമർപ്പിച്ചു. അവരൊന്നായി. ഈ സമയം പുറംകടലിൽ തന്റെ ചൂണ്ടയിൽ കുരുത്തൊരു വമ്പൻ മത്സ്യത്തെ കീഴടക്കുവാനായി പളനി തന്റെ സർവ്വശക്തിയും പ്രകടിപ്പിച്ചു. അരയത്തി പിഴച്ചുപോയാൽ കടലിൽ പോകുന്ന അവളുടെ അരയനെ കടലമ്മ കൊണ്ടുപോകുമെന്നുള്ള അവരുടെ വിശ്വാസത്തെ ശരിവെച്ചുകൊണ്ട് ആ വമ്പൻ ഷാവ് പളനിയെയും വലിച്ചുകൊണ്ട് അടുത്തുള്ള ചുഴിയിലേക്ക് പോയി. പളനി അവസാനമായി കറുത്തമ്മയെ വിളിച്ചുകൊണ്ട് ആ കടലിന്റെ അഗാധതയിൽ ഒടുവിൽ മൂന്നാം പക്കം പ്രഭാതത്തിൽ ആ തുറയിലുള്ളവർ കണ്ടത് പരസ്പരം ആലിംഗനബദ്ധരായി കടപ്പുറത്തടിഞ്ഞു കിടക്കുന്ന പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും മൃതശരീരങ്ങളായിരുന്നു. ഇതാണ് ചെമ്മീൻ എന്ന സിനിമയുടെ കഥാസാരം. തകഴിയുടെ ഈ നോവൽ സിനിമയാക്കിയപ്പോൾ എല്ലാ അർത്ഥത്തിലും അതൊരു അസാധാരണ വിജയമായിരുന്നു. ഈ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു ഇതിന്റെ തിരക്കഥയും സംഭാഷണവും. എസ്.എൽ. പുരം സദാനന്ദന്റേതായിരുന്നു തിരക്കഥയും സംഭാഷണവും. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് പ്രാദേശിക സംഭാഷണ രീതി അവതരിപ്പിച്ചത് ചെമ്മീനിലായിരിക്കും. അവരുടെ ഭാഷ പഠിക്കാനും മനസ്സിലാക്കുവാനുമായി എസ്.എൽ. പുരം പലതവണ തൃക്കുന്നപ്പുഴ പുറക്കാട് ഭാഗങ്ങളിൽ പോയിരുന്നു. ചെമ്മീനു വേണ്ടി എസ്.എൽ. പുരം എഴുതിയ ഒരു ഡയലോഗ് ഒരു കാലത്ത് മിമിക്രിക്കാരുടെ സ്ഥിരം നമ്പറായിരുന്നു. അങ്ങനെ പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. അതുപോലെ ചെമ്പൻകുഞ്ഞിന്റെ സംഭാഷണം. പൈസ ഉണ്ടാ, എനിക്ക് കാശ് വേണം. പെട്ടെന്നുള്ള സമ്പത്ത് കണ്ടിട്ട് സ്വഭാവം മാറുന്ന ചിലരെ പറ്റി പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അയാൾക്ക് ചെമ്പൻകുഞ്ഞിന്റെ സ്വഭാവം എന്നാലും എനിക്ക് തരാമോ? ചായ ഉണ്ടോടോ? പോ. എന്നാൽ ചെമ്മീൻ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ നോവലിന്റെ ഉള്ളടക്കത്തിന് ഒരു മാറ്റവും കോട്ടവും വരാതെ അത് കാലത്തെ കടത്തിവെട്ടിയ സിനിമയാക്കിയതിൽ എസ്.എൽ. പുരത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അന്നും ഇന്നും പലർക്കും അറിയില്ല എസ്.എൽ. പുരമായിരുന്നു ചെമ്മീന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചതെന്ന്. പലപ്പോഴും പലരും ഇത് ഓർമ്മിച്ചും കണ്ടില്ല. ഒരു സിനിമയുടെ ഉള്ളടക്കം മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ച് ഗാനരചന നടത്താൻ കഴിവുള്ള കുറച്ചു പേർ മാത്രമേ
മലയാള സിനിമയിലും ഉണ്ടായിട്ടുള്ളൂ. അവരിൽ മുന്നിട്ട് നിന്ന ഗാനരചയിതാവായിരുന്നു വയലാർ രാമവർമ്മ. ചെമ്മീന് വേണ്ടി ഇദ്ദേഹം രചിച്ച ഗാനങ്ങൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അന്നൊക്കെ ഗാനരചനയ്ക്ക് അനുസരിച്ചായിരുന്നു സംഗീതം പകർന്നിരുന്നത്. മറിച്ച് ചെയ്തിരുന്നത് അന്യഭാഷയിൽ നിന്നും ഡബ്ബ് ചെയ്തു വന്ന ചിത്രങ്ങൾക്കായിരുന്നു. ചെമ്മീന്റെ പാട്ടുകൾ ട്യൂണിട്ട ശേഷമാണ് വയലാർ എഴുതിയത്. കടപ്പുറത്തിനി ഉത്സവമായി, തിരപ്പുറത്തിനി മത്സരമായി. ഈ വരികളിലെ പ്രാസവും ജീവിതവും ട്യൂണിനനുസരിച്ച് വളരെ വിദഗ്ധമായിട്ടാണ് ഇവിടെ വയലാർ സമന്വയിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നോക്കി ചോദിക്കുന്നു, മീനിന്നും മത്തിയോ ചെമ്മീനോ? ഇവിടെ പെണ്ണിന്റെ മനോഹരമായ കണ്ണുകളെ കരിമീനിന്റെ ആകൃതിയോട് ഉപമിച്ചിരിക്കുകയാണ് കവി. കടലിലെ ഓളവും കരളിലെ മോഹവും. മേൽപ്പറഞ്ഞ എല്ലാ വരികളുടെയും അർത്ഥവും ഭാവതീവ്രതയും നോക്കുക. വയലാർ എന്ന വിശ്വമഹാകവിയുടെ ജ്ഞാനത്തിന്റെയും കാൽപ്പനിക സൗന്ദര്യത്തിന്റെയും പ്രതിഫലനങ്ങളാണവ. ഈ ചിത്രത്തിന് സംഗീതം പകരാൻ രാമു കാര്യാട്ട് കണ്ടെത്തിയത് പ്രശസ്ത ബംഗാളി ഹിന്ദി ചലച്ചിത്ര സംഗീത സംവിധായകനായ സലീൽ ചൗധരിയായിരുന്നു. സലീൽ ദ എന്നറിയപ്പെട്ടിരുന്ന സലീൽ ചൗധരി അന്നേ പ്രശസ്തനായിരുന്നുവെങ്കിലും നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള പാട്ടുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ സംശയാലുക്കളെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിമനോഹരങ്ങളായ 4 പാട്ടുകൾ ചെമ്മീനു വേണ്ടി ചിട്ടപ്പെടുത്തി. 6 പതിറ്റാണ്ടുകളായിട്ടും ഇന്നും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന അനശ്വര ഗാനങ്ങൾ. പാട്ടുകളുടെ ഓർക്കസ്ട്രേഷനും പശ്ചാത്തല സംഗീതവുമെല്ലാം അന്നുവരെ കേട്ടതിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായിരുന്നു. ചെമ്മീനിലെ ഗാനങ്ങൾ ആലപിക്കാൻ രാമു കാര്യാട്ട് സമീപിച്ചത് ഇന്ത്യയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കറേയും മന്നാടെയുമായിരുന്നു. മന്നാടെ വന്നു. ചില ഉച്ചാരണ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മാനസമൈനേ വരൂ എന്ന ഗാനത്തിന്റെ ഭാവതീവ്രത ഒട്ടും കുറയാതെ തന്നെ അദ്ദേഹം ആലപിച്ചു. എന്നാൽ കുറച്ചു മലയാളം ഗാനാസ്വാദകർ അദ്ദേഹത്തിന്റെ മലയാളം ഉച്ചാരണത്തിലെ പിഴവുകൾ കണ്ടെത്തി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. മന്നാടെ ഇത്തരം ഗാനങ്ങൾ അന്ന് ഹിന്ദിയിൽ ആലപിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. മന്നാടെയുടെ ഭാര്യ ഒരു മലയാളിയായിരുന്നു, തലശ്ശേരി സ്വദേശിയായ സുലോചന. ഇനി ലതാ മങ്കേഷ്കറുടെ കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗായിക, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായിക. ലതയെ കാണുവാനായി സലീൽ ചൗധരി, രാമു കാര്യാട്ട്, നിർമ്മാതാവ് ബാബു, മറ്റു ചിലർ എന്നിവർ മുംബൈയിലെ അവരുടെ വീട്ടിൽ പോയി. ലതയെ സ്ഫുടമായി മലയാളം പാട്ട് പഠിപ്പിക്കാനായി അക്കാലത്ത് ഉയർന്നു വന്ന ഒരു യുവഗായകനെയും കൂട്ടി. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ യേശുദാസ് ആയിരുന്നു ആ യുവഗായകൻ. യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബഹുമതിയായി തോന്നി. മനസ്സിലെ ഗുരുസ്ഥാനീയ കൂടിയായ ലതാജിയെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഈ അവസരം ഒരു ദൈവനിശ്ചയമായി അദ്ദേഹം കരുതി. പാട്ട് പഠിപ്പിക്കുവാനായി ലത യേശുദാസിനെയും കൂട്ടി അവരുടെ കിടപ്പ് മുറിയിലേക്ക് പോയി. ലതാ മങ്കേഷ്കറുടെയും യേശുദാസിന്റെയും തിരികെയുള്ള വരവും പ്രതീക്ഷിച്ചിരുന്നവർ കാത്തിരുന്ന് ക്ഷമ നശിച്ചപ്പോൾ അവരിൽ ആരോ ഒരാൾ പോയി ഒളിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച രസാവഹമായിരുന്നു. യേശുദാസ് ഏതോ കീർത്തനം ആലപിക്കുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് യേശുദാസിനൊപ്പം നിലത്തിരിക്കുന്ന ലത. കർണാടക സംഗീതത്തിലുള്ള യേശുദാസിന്റെ അറിവും കഴിവും ലതാ മങ്കേഷ്കർക്ക് അന്ന് നേരിട്ട് ബോധ്യമായി. കടലിനക്കരെ പോണോരെ എന്ന ഗാനമാണ് ലതയെ അന്ന് യേശുദാസ് പഠിപ്പിച്ചത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ലതയ്ക്ക് വാക്കുകൾ വഴങ്ങുന്നില്ല. ഒടുവിൽ ലതാ മങ്കേഷ്കർ പറഞ്ഞു, യേശുദാസ് തന്നെ ഈ ഗാനം പാടട്ടെ. അങ്ങനെ ഒടുവിൽ യേശുദാസ് തന്നെ കടലിനക്കരെ പോണോരെ എന്ന ഗാനം പാടി അനശ്വരമാക്കി. മറ്റ് 2 ഗാനങ്ങൾ യേശുദാസിനൊപ്പം ഉദയഭാനു, പി ലീല, ശാന്ത പി നായർ എന്നിവരും ആലപിച്ചു. യേശുദാസിന്റെ ഗാനം സലീൽ ചൗധരി ആദ്യമായി കേൾക്കുന്നതും പരിചയപ്പെടുന്നതും കൊച്ചിയിലെ തോപ്പുംപടിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു. 1962 പുറത്തിറങ്ങിയ KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെ കടന്നുവന്ന യേശുദാസ് അതിന്റെ 3-ാം വർഷത്തിലാണ് ചെമ്മീനു വേണ്ടി പാടുന്നത്. ഇതിനിടയിൽ ഭാര്യ, നിത്യകന്യക, മണവാട്ടി, ഡോക്ടർ, ഭാർഗവി നിലയം തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയിരുന്നു. ഇതിൽ ഭാർഗവി നിലയത്തിലെ താമസമെന്തേ വരുവാൻ എന്ന ഗാനം രചന, സംഗീതം, ആലാപനം എന്നിവയുടെ ഉന്നത നിലവാരം കൊണ്ട് ഇന്നും പോപ്പുലറാണ്. നാട്ടുകാരൻ കൂടിയായ യേശുദാസിനെ കൊണ്ട്
ഈ ചിത്രത്തിൽ പാടിക്കണമെന്ന് സംവിധായകനും നിർമ്മാതാവിനും വലിയ ആഗ്രഹമുണ്ടായി. എന്നാൽ സംഗീത സംവിധായകനായ സലീൽ ചൗധരി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഗായകൻ ആലപിച്ച ഏതെങ്കിലും ഗാനങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കാം. ചെമ്മീന്റെ നിർമ്മാണ നിർവ്വഹണത്തിൽ ഒരാളായിരുന്ന എഡ്ഡി മാസ്റ്ററുടെ മകൻ ഫ്രെഡറിക് എഡ്വേർഡ് എന്ന ഫ്രെഡി അപ്പോൾ തന്നെ ഒരു ടേപ്പ് റെക്കോർഡർ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അന്ന് ടേപ്പ് റെക്കോർഡറുകൾ സുലഭമല്ലായിരുന്നു. അതിൽ നിന്നും യേശുദാസ് പാടിയ ചില ഗാനങ്ങൾ സലീൽ ചൗധരി കേട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് പല ഭാവരസങ്ങൾ മാറി മാറി ഉണ്ടായി. പ്രത്യേകിച്ച് താമസമെന്തേ വരുവാൻ എന്ന ഗാനം കേട്ടപ്പോൾ താൻ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു മാസ്മരിക ശബ്ദം. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഗാനം ആലപിച്ചത് ഇവിടുത്തെ ഒരു ഗായകനാണെങ്കിൽ തീർച്ചയായും ഈ ഗായകൻ വെറും ഒരു മലയാളി ഗായകനല്ല, ഭാവിയിലെ ദേശീയ ഗായകനായിരിക്കും. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് കാലം പിന്നീട് തെളിയിച്ചു. യേശുദാസ് ഇന്ത്യയുടെ ഗാനഗന്ധർവനായി. യേശുദാസ് തോപ്പമ്പടിയിലെ വസന്ത് വിഹാർ എന്ന ഹോട്ടലിൽ വന്ന് സലീൽ ദായെ കാണുകയും റഫി സാബിന്റെ ചില പാട്ടുകൾ പാടി കേൾപ്പിക്കുകയും ചെയ്തു. ഇതിന് സാക്ഷിയായ ശ്രീ ഫ്രെഡറിക് എഡ്വേർഡ് തന്നെ പറഞ്ഞതാണ് ഈ സംഭവം. ഇന്ത്യയിൽ അക്കാലത്ത് അധിക ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. ഹിന്ദിയിൽ മാത്രമായിരുന്നു കളർ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. മലയാളത്തിലാകട്ടെ സേലം മോഡേൺ തിയേറ്റേഴ്സിന്റെ കണ്ടം വെച്ച കോട്ടായിരുന്നു ആദ്യ കളർ ചിത്രം. പിന്നീട് അതേ വർഷം തന്നെ ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന ചിത്രവും. മൂന്നാമത്തെ കളർ ചിത്രമാണ് ചെമ്മീൻ. എന്നാൽ ഒരു മുഴുനീള വർണ്ണചിത്രം അതിൻ്റെ എല്ലാ ഗരിമയോടും കൂടി മലയാളത്തിൽ ഇറങ്ങിയത് ചെമ്മീൻ എന്ന ഈസ്റ്റുമാൻ കളർ ചിത്രമാണ്. ചെമ്മീൻ ഫിലിമിലേക്ക് പകർത്താൻ രാമു കാര്യായിട്ട് കണ്ടെത്തിയത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്ന മാർക്കസ് ബാർട്ട്ലി ആയിരുന്നു. തമിഴ്നാട്ടിലെ ഏർക്കാട് എന്ന സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച മാർക്കസ് ബാർട്ട്ലി തെലുങ്ക് സിനിമാ രംഗത്തായിരുന്നു അധികവും പ്രവർത്തിച്ചിരുന്നത്. മാർക്കസ് ബാർട്ട്ലിയോടൊപ്പം പ്രധാന സഹായിയായിട്ടുണ്ടായിരുന്നത് തലശ്ശേരിക്കാരനായ യു രാജഗോപാലായിരുന്നു. നാട്ടിക, അഴീക്കോട് എന്നീ സ്ഥലങ്ങളായിരുന്നു ചെമ്മീന്റെ പ്രധാന ലൊക്കേഷനുകൾ. ഒരു പെയിന്റിംഗ് പോലെ അതിമനോഹരമാണ് ഇന്നും ചെമ്മീൻ കാണുമ്പോൾ അതിലെ ഓരോ ദൃശ്യങ്ങളും. തിരുവനന്തപുരത്ത് ശിവൻ സ്റ്റുഡിയോ നടത്തിയിരുന്ന ശിവനായിരുന്നു ചെമ്മീനിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. കോഴിക്കോടുകാരനായ എസ് കൊന്നനാട്ടായിരുന്നു ചെമ്മീന്റെ കലാസംവിധാനം നിർവഹിച്ചത്. ചെമ്മീന്റെ പരസ്യകല നിർവഹിച്ചത് എസ് അപ്പുക്കുട്ടൻ നായർ എന്ന എസ് എ നായരായിരുന്നു. ചെമ്മീൻ എഡിറ്റ് ചെയ്തത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ ഋഷികേശ് മുഖർജിയായിരുന്നു. ചിത്രത്തിന്റെ സുഗമമായ ഒഴുക്കിനും ആസ്വാദനത്തിനും വേണ്ടി പല അനാവശ്യ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ കത്രിക യാതൊരു ദയയും കൂടാതെ മുറിച്ചുമാറ്റി. അതിലൊന്നായിരുന്നു പളനിയുടെയും കറുത്തമ്മയുടെയും വിവാഹ സദ്യയുടെ ദൃശ്യം. അതിനുശേഷം അവർ വലിച്ചെറിഞ്ഞ എച്ചിലിലകൾ കാക്കകൾ കൊത്തിവലിക്കുന്നൊരു ദൃശ്യമുണ്ട്. സദ്യ ഒഴിവാക്കി ആ ദൃശ്യം മാത്രം ചേർത്ത് സദ്യ ഉണ്ടായിരുന്നുവെന്നും ധാരാളം പേരത് കഴിച്ചുവെന്നും ആ ഒറ്റ ദൃശ്യം കണ്ടാൽ മതിയാകും. ഒരു എഡിറ്ററുടെ മനോധർമ്മത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ഇത്. ഋഷികേശ് മുഖർജിയോടൊപ്പം എഡിറ്റിംഗിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് KD ജോർജ്. ഒരു കാലത്ത് ആദ്യകാല മെർലാൻഡ് ചിത്രങ്ങളുടെ സ്ഥിരം എഡിറ്ററായിരുന്നു ഇദ്ദേഹം. ചെമ്മീൻ ഉൾപ്പെടെ 40ഓളം ആദ്യകാല മലയാള സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ, ചന്ദ്രബോസ്, രാമചന്ദ്രൻ എന്നിവരായിരുന്നു കഥാപാത്രങ്ങൾക്ക് ചമയമണിയിച്ചത്. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെയാണ് രാമു കാര്യാട്ട് തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് പളനി, പരീക്കുട്ടി, ചെമ്പൻകുഞ്ഞ്, അച്ഛൻകുഞ്ഞ്, കറുത്തമ്മ, ചക്കി, നല്ലപെണ്ണ് എന്നീ കഥാപാത്രങ്ങൾക്ക്. സത്യൻ എന്ന നടന്റെ അപാരമായ റേഞ്ച് നല്ലവണ്ണം അറിയാവുന്ന സംവിധായകൻ കൂടിയായിരുന്നു രാമു കാര്യാട്ട്. സത്യന്റെ കൈകളിൽ പളനി 100% സുരക്ഷിതമായിരിക്കുമെന്ന് കാര്യാട്ടിനറിയാമായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. ചെമ്മീൻ സിനിമയാക്കാനുള്ള അവകാശം നൽകി കഴിഞ്ഞപ്പോൾ തകഴി രാമു കാര്യാട്ടിനോട് ചോദിച്ചു അത്രേ, ആരാണ് പളനിയെ അവതരിപ്പിക്കുന്നത്? എൻ്റെ കഥയിൽ സമ്പൂർണ്ണ മുക്കുവനായിട്ട് ഒരു കഥാപാത്രമേ ഉള്ളൂ, അത് പളനിയാണ്. സത്യനാണ് പളനിയുടെ റോളിലെന്ന് കാര്യാട്ട് മറുപടി നൽകിയപ്പോൾ തകഴി പറഞ്ഞു, മതി, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. ചെമ്മീന്റെ ഷൂട്ടിങ്ങിനായി സത്യൻ എത്തിയ ദിവസം കടലാകെ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് സത്യന് പകരം കടലിൽ പരിചയമുള്ളൊരു മുക്കുവ തൊഴിലാളിയെ ഡൂപ്പായിട്ടിടാമെന്ന് കാര്യാട്ട് പറഞ്ഞു. അത് കേട്ടപാടെ സത്യൻ പൊട്ടിത്തെറിച്ചു. പലരും തടഞ്ഞിട്ടും സത്യൻ കേട്ടില്ല. ഒടുവിൽ 6 വള്ളങ്ങൾ കൂട്ടിക്കെട്ടി
ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ ക്യാമറയും മറ്റും ഉറപ്പിച്ചിട്ട് ചിത്രീകരണം തുടങ്ങി. കടലമ്മയ്ക്കുണ്ടോ സിനിമാക്കാരോട് പ്രത്യേക മമത? വള്ളങ്ങളിൽ വെള്ളം കയറാൻ തുടങ്ങി. എല്ലാവരും ഭയന്നു വിറച്ചു. കൂട്ടത്തിൽ നീന്തൽ അറിയാവുന്നത് സത്യന് മാത്രം. ഭാഗ്യത്തിന് അതുവഴി വന്ന ഒരു മോട്ടോർ ബോട്ട് എല്ലാവരെയും രക്ഷിച്ചു. ഇനിയും ഒരു സംഭവം. വസ്ത്രാലങ്കാരക്കാരൻ NR രാമചന്ദ്രൻ കഥാപാത്രമായ പളനിക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളുമായി സത്യന്റെ അടുക്കിലെത്തി. പക്ഷേ ആ വസ്ത്രങ്ങളിൽ തനിക്ക് ധരിക്കാനുള്ള ഉടുപ്പ് കണ്ടിട്ട് സത്യനത്ര ബോധിച്ചില്ല. അദ്ദേഹം ഷൂട്ടിംഗ് കാണുവാൻ വന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഉടുപ്പ് ചോദിച്ചു വാങ്ങി. അത് കഴുകിയെടുത്ത് ഉപയോഗിച്ചു അത്രേ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് സത്യനൊരു ദേശീയ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു. ലഭിച്ചില്ല. എന്നാൽ സത്യന് പുരസ്കാരം നൽകിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇന്നലെ ഞാൻ ചെമ്മീൻ കണ്ടു. എനിക്കിഷ്ടമായി താങ്കളുടെ പെർഫോമൻസ്, ഒപ്പം വേഷവും. സ്വന്തം നാടിന്റെ പാരമ്പര്യങ്ങൾ നമ്മെ അഭിമാനിപ്പിക്കണം. വേഷത്തെപ്പറ്റി പറയാൻ കാരണം അവാർഡ് വാങ്ങുവാൻ പോകുമ്പോൾ എന്തു വേഷം ധരിക്കണമെന്നുള്ള ചർച്ചകൾ നടന്നു. ഒടുവിൽ സത്യൻ പറഞ്ഞു, കേരളീയ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ മതിയെന്ന്. അങ്ങനെ സത്യൻ, രാമു കാര്യാട്ട്, ബാബു എന്നിവർ ജുബ്ബയും മുണ്ടും ധരിച്ചുകൊണ്ടാണ് അവാർഡുകൾ വാങ്ങുവാനെത്തിയത്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി സത്യനോട് അങ്ങനെ പറഞ്ഞത്. കോട്ടുകളും ഷെർവാണികളും ധരിച്ചെത്തിയവരുടെ മുഴുവൻ ശ്രദ്ധയും ഈ മൂവരിലുമായി.